ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസും അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചുമാണ്. അതിൻ്റെ ജോഗ്രഫിക്കൽ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. നമുക്ക് ഇൻഡസ്ട്രീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സൈസ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ലേബർ ഫോഴ്സ് എംപ്ലോയിഡ്, അതിൻ്റെയൊക്കെ ബേസിൽ ഇൻഡസ്ട്രീസിനെ ലാർജ്, മീഡിയം, സ്മോൾ സ്കെയിൽ, കോട്ടേജ് ഇൻഡസ്ട്രീസ് അങ്ങനെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഇൻഡസ്ട്രീസിനെ പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിൻ്റ് ആൻഡ് കോപ്പറേറ്റീവ് സെക്ടർ എന്നാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിരിക്കും. കോർപ്പറേറ്റ്സ് പിന്നെ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ചില കോർപ്പറേറ്റ്സ് ഉണ്ടാവും, അവരുടെ കൺട്രോളും ഉണ്ടാവും. നമ്മുടെ നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസും പബ്ലിക് സെക്ടറിലാണ് വരുന്നത്. ഇൻഡസ്ട്രീസ് അവരുടെ പ്രൊഡക്ട്സിനെ അനുസരിച്ച് ബേസിക് ഗുഡ് ഇൻഡസ്ട്രീസ്, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്, കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസ് എന്ന 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസിസ് ഓഫ് റോ മെറ്റീരിയൽസ്, ഇൻഡസ്ട്രീസിനെ അഗ്രികൾച്ചർ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രീസ് പ്രോസസ്ഡ് റോ മെറ്റീരിയൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്നീ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് 8 ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ട്. മെറ്റലർജിക്കൽ ഇൻഡസ്ട്രീസ്, മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇൻഡസ്ട്രീസ്, കെമിക്കൽ ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രീസ്. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻഡസ്ട്രീസിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഫസ്റ്റ് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതലുള്ള റോ മെറ്റീരിയൽസ് വേണ്ട ഇൻഡസ്ട്രികൾക്കാണെങ്കിൽ അവിടെ റോ മെറ്റീരിയൽസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അവിടെ ഇൻഡസ്ട്രീസ് നടത്തേണ്ടതാണ് നല്ലത്. പൾപ്പ് ഇൻഡസ്ട്രി, കോപ്പർ സ്മെൽറ്റിംഗ് ഇൻഡസ്ട്രി, പിഗ് അയൺ ഇൻഡസ്ട്രി, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, ഷുഗർ ഇൻഡസ്ട്രി ഒക്കെ അതിനുള്ള എക്സാമ്പിൾസാണ്. ഇനി റോ മെറ്റീരിയൽസ് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തും റോ മെറ്റീരിയൽ സോഴ്സസിന് ക്ലോസ് ആയിട്ടാണ് ഇൻഡസ്ട്രീസ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഇൻഡസ്ട്രികൾക്കൊന്നും ഈ ഫാക്ടർ ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് പവർ സപ്ലൈ ഏറ്റവും കൂടുതൽ ഉറപ്പിക്കേണ്ടതാണ് ഇൻഡസ്ട്രീസിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കുന്നതിന് മുമ്പ്. അതായത് അലുമിനിയം, സിന്തറ്റിക് നൈട്രജൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനൊക്കെ പവർ സോഴ്സിന് ഏറ്റവും അടുത്തായിട്ട് വേണം ലൊക്കേറ്റ് ചെയ്യാനായിട്ട്. കാരണം അത് പവറിനെ ബേസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ഇൻഡസ്ട്രീസിന് തേർഡ് ഫാക്ടറാണ് മാർക്കറ്റ്. അതായത് ഇൻഡസ്ട്രീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ കൂടിയാണ് അത് പുറത്തേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ അതിന് സെയിൽസ് വരേണ്ടത്. കോട്ടൺ ഇൻഡസ്ട്രീസിനാണെങ്കിൽ ലാർജ് അർബൻ സെൻറ്റേഴ്സിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. മുംബൈ, അഹമ്മദാബാദ്, സൂററ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പെട്രോളിയം ഇൻഡസ്ട്രീസും മാർക്കറ്റിന് നിയറായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. കാരണം ക്രൂഡ് ഓയിലിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള സമയത്ത് ഈസി ആയിരിക്കും. ഫോർത്ത് ഫാക്ടർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് അങ്ങോട്ടുള്ള റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണെങ്കിലും അത് കഴിഞ്ഞിട്ട് അത് ആ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണെങ്കിലും റോഡ്, റെയിൽ, പോർട്ട് ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിൽ അത് നല്ലോണം ആവശ്യം ഉള്ള സ്ഥലങ്ങളിലായിരിക്കണം ഇൻഡസ്ട്രീസിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കുക. അടുത്ത ഫാക്ടറാണ് ലേബർ. ഇൻഡസ്ട്രീസിന് സ്കിൽഡ് ലേബേഴ്സിനെ ആവശ്യമാണ്. ഇന്ത്യയിൽ അത് ലാർജ് നമ്പേഴ്സായിട്ട്, കാരണം പോപ്പുലേഷൻ നല്ലോണം ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൽഡ് ലേബേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ള ഓരോ ഇൻഡസ്ട്രീസിനും എന്താണോ സ്കില്ല് ആവശ്യമുള്ളത് ആ സ്കിൽഡ് ലേബേഴ്സ് നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ അവിടെ അത് അവൈലബിൾ ആണെന്നുള്ളത് ഉറപ്പാക്കണം. ഇന്ത്യയിലുള്ള മേജർ ഇൻഡസ്ട്രീസ് റോ മെറ്റീരിയൽസിൻ്റെ സോഴ്സ് അനുസരിച്ച് 2 തരത്തിലുള്ള ഇൻഡസ്ട്രീസാണ്. ഒന്ന് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസും ഒന്ന് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസും. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ കോട്ടൺ, വൂളൻ, ജൂട്ട്, സിൽക്ക്, ടെക്സ്റ്റൈൽ, റബ്ബർ ആൻഡ് ഷുഗർ, ടീ, കോഫി, എഡിബിൾ ഓയിൽ ഇതൊക്കെ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസാണ്. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് അയൺ, സ്റ്റീൽ,
സിമെൻറ്റ്, അലുമിനിയം, മെഷീൻ ടൂൾസ്, പെട്രോ കെമിക്കൽസ് ഒക്കെ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസാണ്. ഫസ്റ്റ് നമുക്ക് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് നോക്കാം. ഫസ്റ്റ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഒരു ഇൻഡസ്ട്രി. ഇന്ത്യ മസ്ലിൻ തുണിക്ക്, അതായത് ഒരു കോട്ടൺ ക്ലോത്തിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആയ മസ്ലിൻ, പിന്നെ കാലിക്കോസ്, ചിൻസ്, അങ്ങനെയുള്ള കോട്ടൺ ക്ലോത്തിൻ്റെ പല ഡിഫറെൻറ്റ് വെറൈറ്റിക്കും ഇന്ത്യ അതിൽ ഫേമസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഇന്ത്യയിൽ ഫസ്റ്റ് കോട്ടൺ മില്ല് വരുന്നത് 1818 കൊൽക്കട്ടയിലെ ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. 1854 മുംബൈയിൽ ഫസ്റ്റ് മോഡേൺ കോട്ടൺ മില്ല് എസ്റ്റാബ്ലിഷ്ഡായി. റോ കോട്ടൻ്റെ അവൈലബിലിറ്റി, മാർക്കറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ പോർട്ട് ഫെസിലിറ്റിയുടെ ആക്സസിബിലിറ്റി, ലേബർ, മോയിസ്റ്റ് ക്ലൈമറ്റ് അതൊക്കെ കൊണ്ട് തന്നെ കോട്ടൺ ഇൻഡസ്ട്രീസ് മഹാരാഷ്ട്ര, ഗുജറാത്ത് ഏരിയകളിലാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അവിടെ വീവിങ് നടക്കുന്നത് ഹാൻഡ്ലൂം, പവർലൂം അങ്ങനെയുള്ള വഴികളിലും മില്ലുകളിലും ഒക്കെയാണ്. ഈ കൈകൊണ്ട് നൂറ്റുണ്ടാക്കുന്ന ഖാദി തുണികളുടെ ഇൻഡസ്ട്രി കാരണം കൂടുതൽ സ്റ്റാഫിന് അവിടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ജോലി കിട്ടാനായിട്ട് ഈ കോട്ടേജ് ഇൻഡസ്ട്രി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഫോറിൻ കൺട്രിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് നൂലുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോട്ടൺ ഉണ്ടാക്കുന്നതിൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഇന്ത്യ. ഫസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് വരുന്നത് ചൈനയാണ്. ഇന്ത്യയിൽ ലാർജ് സ്കെയിലിൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഉള്ളത്. ഇന്ത്യയിലെ കോട്ടൺ പോളിസ് എന്നറിയപ്പെടുന്ന സിറ്റിയാണ് മുംബൈ. കോട്ടൺ മിൽസ് കൂടുതലായിട്ടും അവിടെയാണ് കാണുന്നത്. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കോട്ടൺ ഇൻഡസ്ട്രി വരുന്നത് അഹമ്മദാബാദിലാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നതും അഹമ്മദാബാദ് സിറ്റിയാണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ജൂട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ഇന്ത്യയാണ് റോ ജൂട്ട് ഉണ്ടാക്കുന്നതിലും ജൂട്ട് ഗുഡ്സ് ഉണ്ടാക്കുന്നതിലും ലാർജസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. അത് കൂടുതലായിട്ടും ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. ഹൂഗ്ലി റിവറിൻ്റെ തീരത്തായിട്ടാണ് ഈ ജൂട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കൂടുതലായിട്ടും വരുന്നത്. ഫസ്റ്റ് ജൂട്ട് മില്ല് വരുന്നത് കൊൽക്കട്ടയിലാണ്. 1855 റിഷ്റ എന്ന പ്ലേസിലാണ്. ഇന്ത്യയിൽ ജൂട്ട് കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാളാണ്. ഈ ജൂട്ട് ഇൻഡസ്ട്രിയിൽ ഹൂഗ്ലി തീരത്താണ് കൂടുതലായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. അതിന് എന്തൊക്കെ ഫാക്ടേഴ്സാണ് കാരണമെന്ന് നോക്കാം. ഒന്ന്, ജൂട്ട് പ്രൊഡ്യൂസിങ് ഏരിയാസ് ഈ ഹൂഗ്ലി നദിയുടെ തീരത്താണ് വരുന്നത്. അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ അവൈലബിൾ ആയതുകൊണ്ട് അവിടെ എക്സ്പെൻസ് കുറവാണ്. പിന്നെ റെയിൽവേ, റോഡ്വേ, വാട്ടർവേ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഗുഡ് നെറ്റ്വർക്ക് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസ് മൂവ്മെൻറ്റിന് എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ റോ ജൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ആവശ്യമാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും ബീഹാർ, ഒറീസ, ഉത്തർപ്രദേശ് ഈ ഭാഗങ്ങളിലും ലേബർ ചാർജ് വളരെ കുറവാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷുഗർ ഇൻഡസ്ട്രിയാണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. ഇന്ത്യ ഷുഗർ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ സെക്കൻഡാണ്. അതുപോലെ തന്നെ ജാഗറി, അങ്ങനെയുള്ള ഖൻസാരി അങ്ങനെയുള്ള സാധനങ്ങളുടെ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് പ്ലേസുമാണ്. ഇതിൻ്റെ റോ മെറ്റീരിയൽ വളരെ ബൾക്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ കുറേ നാൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ സൂക്രോസിൻ്റെ കണ്ടൻറ്റ് വളരെ കുറയും. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഷുഗർ ഇൻഡസ്ട്രി സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ഇൻഡസ്ട്രി ഒരു സീസണലാണ്, അതായത് എല്ലാ ടൈമിലും ഉണ്ടാവില്ല. അതിൻ്റെ പറ്റുന്ന സമയങ്ങളിൽ മാത്രമാണ് ഇൻഡസ്ട്രി വർക്കിംഗ് ആയിട്ട് വരുന്നുള്ളൂ. ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് വരുന്നത് ഷുഗർ. അതുകൊണ്ട് തന്നെ ഷുഗർ ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ബ്ലാക്ക് സോയിലും അലുവിയൽ സോയിലും ഷുഗർ കെയിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. ട്രോപ്പിക്കൽ ഏരിയകളിൽ ആവശ്യത്തിന് മഴ കിട്ടുന്ന ഏരിയകളാണ് ഷുഗർ കെയിന് അനുയോജ്യമായിട്ടുള്ളത്. റെയിൻ അവൈലബിൾ അല്ലെങ്കിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉപയോഗിച്ചും നോർത്ത് ഇന്ത്യൻ റീജിയൻസിൽ ഇതിൻ്റെ കൃഷി നടക്കുന്നുണ്ട്.
നെക്സ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണ്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ് ഫസ്റ്റത്തത്. ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ എല്ലാ സെക്ടേഴ്സും അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കാരണം അവരുടെ ഒരു ബിൽഡിംഗ് ഇതിന് വേണ്ടിയിട്ടോ അങ്ങനെ അല്ലെങ്കിൽ മെഷീനറീസിന് വേണ്ടിയിട്ടും അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ അയൺ അല്ലാതെ പിന്നെ വരുന്നത് കോള്, ലൈം സ്റ്റോൺ, ഡോളോമൈറ്റ്, മാംഗനീസ് ആൻഡ് ഫയർ ക്ലേ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്. ഇന്ത്യയിൽ ഒരു ക്രസൻറ്റ് ഷേപ്പ്, ചന്ദ്രക്കല ഷേപ്പിൽ കുറച്ച് റീജൻസ് വരുന്നുണ്ട്. ഒന്ന് ഛത്തീസ്ഗഡ്, പിന്നെ നോർത്തേൺ ഒഡീസ, ജാർഖണ്ഡ്, വെസ്റ്റേൺ വെസ്റ്റ് ബംഗാൾ. ഇവിടെയാണ് കൂടുതലായിട്ടും ഹൈ ഗ്രേഡ് അയൺ ഓർ കാണപ്പെടുന്നത്. ഗുഡ് ക്വാളിറ്റി കോക്കിംഗ് കോൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ അയൺ ഇൻഡസ്ട്രിക്ക് വേണ്ട എല്ലാ റോ മെറ്റീരിയൽസും കൂടുതലായിട്ടും കാണുന്നത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ സ്റ്റീൽ പ്ലാന്റ്സ്, ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ്സും ഉണ്ട്, മിനി സ്റ്റീൽ മിൽസും കാണുന്നുണ്ട്. ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ്സ് നോക്കാം. ഒന്ന് ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്, ജംഷഡ്പൂർ ജാർഖണ്ഡിലാണുള്ളത്. അത് മുംബൈ കൊൽക്കത്ത റെയിൽവേ ലൈനിന് വളരെ അടുത്താണ് വരുന്നത്. സുബരേഖ ഖർഗായി ഇവിടെ നിന്നൊക്കെയാണ് പ്ലാന്റിനുള്ള വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് സ്റ്റീൽ പ്ലാന്റ് പ്രൈവറ്റ് സെക്ടറിൽ വരുന്നതാണ് ടിസ്കോ. നെക്സ്റ്റ് ഇസ്കോ, ഫസ്റ്റ് പബ്ലിക് സെക്ടർ സ്റ്റീൽ പ്ലാന്റ് ആണ് ഇസ്കോ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അത് വരുന്നത് ആദ്യം വന്നത് ഹൈറാപ്പൂർ ആയിരുന്നു, പിന്നെ അത് കുത്തി, ബർൺപൂർ എന്നീ 2 സ്ഥലങ്ങളിലേക്ക് മാറി. ഈ 3 പ്ലാന്റ്സും ലൊക്കേറ്റ് ചെയ്യുന്നത് ദാമോദർ വാലി കോൾ ഫീൽഡ്സിന് ഏറ്റവും അടുത്താണ്. റാണിഗഞ്ച്, ഝാരിയ, രാംഗർ എന്നീ സ്ഥലങ്ങളിലാണ്. ഇവർക്ക് വെള്ളം കിട്ടുന്നത് ബാരാക്കർ റിവറിൽ നിന്നാണ്. ദാമോദർ റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്, VISL. അത് ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് എന്നായിരുന്നു. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് കെമ്മനഗുണ്ടി എന്ന സ്ഥലത്താണ്, ബാബാബുദൻ ഹിൽസിൻ്റെ സമീപ ഭാഗത്ത്. ഈ പ്ലാന്റിലേക്കുള്ള പവർ വരുന്നത് ജോഗ് ഫോൾസിൽ നിന്നും, വാട്ടർ വരുന്നത് ഭദ്രാവതിയിൽ നിന്നുമാണ്. നെക്സ്റ്റ് റൂർക്കല സ്റ്റീൽ പ്ലാന്റ്. റൂർക്കല സ്റ്റീൽ പ്ലാന്റ് 1959 ഒഡീഷയിലെ സുന്ദർഗർ ഡിസ്ട്രിക്റ്റിലാണ് വന്നത്. അത് ജർമ്മനിയായിട്ടുള്ള ഒരു കൊളാബറേഷനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഹിറാക്കുഡ് പ്രോജക്റ്റിൽ നിന്ന് ഇലക്ട്രിക്കൽ പവർ എടുത്തുകൊണ്ടും കോയൽ ആൻഡ് ഷങ്ക് റിവേഴ്സിൽ നിന്ന് വാട്ടർ എടുത്തിട്ടാണ് ഈ പ്ലാന്റ് റൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ആണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് റഷ്യൻ കൊളാബറേഷനിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റൂർക്കല അത് ജർമ്മൻ കൊളാബറേഷനായിരുന്നു. ഇത് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് റഷ്യൻ കൊളാബറേഷനിൽ ഛത്തീസ്ഗഡിലുള്ള ദുർഗ് ഡിസ്ട്രിക്റ്റിൽ 1959 സ്റ്റാർട്ട് ചെയ്തത്. കോർബ തെർമൽ പവർ സ്റ്റേഷനിൽ നിന്ന് പവർ യൂസ് ചെയ്യുന്നുണ്ട്. ടെൻഡുല ഡാമിൽ നിന്ന് വാട്ടർ സപ്ലൈ യൂസ് ചെയ്തിട്ടാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആണ്. റഷ്യൻ കൊളാബറേഷനിൽ 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത്. വാട്ടർ വന്നത് ആൻഡ് ഹൈഡ്രൽ പവർ സപ്ലൈ വരുന്നത് ദാമോദർ വാലി കോർപ്പറേഷനിൽ നിന്നാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത്. അത് UK കൊളാബറേഷനിലാണ്. മറ്റേ ജർമ്മനിയും റഷ്യയും ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് UK കൊളാബറേഷനിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് 1962. ഹൈഡ്രൽ പവറും വാട്ടറും കിട്ടുന്നത് ദാമോദർ വാലി കോർപ്പറേഷനിൽ നിന്നാണ്. നെക്സ്റ്റ് കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്പീഡിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ഇത് വരുന്ന വളർച്ച പലതരത്തിൽ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കെമിക്കൽ ഇൻഡസ്ട്രി. അതിൽ ഓർഗാനിക് ആയിട്ടുള്ളതും ഇനോർഗാനിക് സെക്ടേഴ്സ് ഉണ്ട്. ഇനോർഗാനിക് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ആൽക്കലീസ്, സോഡ ആഷ്, കോസ്റ്റിക് സോഡ, ഇതൊക്കെ ഇനോർഗാനിക് കെമിക്കൽസാണ്. സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഫെർട്ടിലൈസേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിന്, സിന്തറ്റിക് ഫൈബർ, പ്ലാസ്റ്റിക്, അഡസീവ്സ്, പെയിൻറ്റ്, ഡൈ ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിനാണ്.
സോഡ ആഷ് ഗ്ലാസ്, സോപ്പ്, ഡിറ്റർജൻസ്, പേപ്പർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ പെട്രോ കെമിക്കൽസ്, സിന്തറ്റിക് ഫൈബേഴ്സും സിന്തറ്റിക് റബ്ബർ, പ്ലാസ്റ്റിക്, ഡൈ സ്റ്റഫ്, ഡ്രഗ്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് പെട്രോ കെമിക്കൽസ്. ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ ഓർഗാനിക് കെമിക്കൽസാണ്. പിന്നെ ഓർഗാനിക് കെമിക്കൽ പ്ലാന്റ്സ് വരുന്നത് ഓയിൽ റിഫൈനറീസിൻ്റെയോ പെട്രോ കെമിക്കൽ പ്ലാന്റ്സിൻ്റെയോ സമീപ പ്രദേശത്തായിരിക്കും. ഫസ്റ്റ് ഓയിൽ ഫീൽഡ് വരുന്നത് ആസാമിലെ ഡിഗ്ബോയി ആണ് ഇന്ത്യയിൽ. ലാർജസ്റ്റ് ഓയിൽ ഫീൽഡ് ഇൻ ഇന്ത്യ മുംബൈ ഹൈ ആണ്. ലാർജസ്റ്റ് ഓയിൽ റിഫൈനറി ഇൻ ഇന്ത്യ ജാംനഗർ ആണ് ഗുജറാത്തിലെ. നെക്സ്റ്റ് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രോജീനസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സ്, അമോണിയം ഫോസ്ഫേറ്റ്, കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ആയിട്ട് ഭാഗപ്പെട്ടിട്ടാണ്. അതായത് നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാഷ് ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള. പൊട്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇന്ത്യയിൽ പൊട്ടാഷിൻ്റെ ഒരു റിസർവും ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതാണ്. നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സിൻ്റെ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഇന്ത്യ. ഇന്ത്യയിലുള്ള ഫസ്റ്റ് കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ റാണിപ്പത്താണ്. 1906 തമിഴ്നാട്ടിലാണ് റാണിപ്പത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പബ്ലിക് സെക്ടർ കെമിക്കൽ ഇൻഡസ്ട്രി ഇന്ത്യയിൽ വരുന്നത് ജാർഖണ്ഡിൽ ഉള്ള സിൻഡ്രിയാണ്. 1951 സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനാണ് സിമെൻറ്റ് ഉപയോഗിക്കുന്നത്. അതൊരു ബൾക്കി ഹെവി റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ലൈം സ്റ്റോൺ, സിലിക്ക, അലുമിനിയം, ജിപ്സം ഇതൊക്കെയാണ് സിമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്. ഫസ്റ്റ് സിമെൻറ്റ് പ്ലാന്റ് വരുന്നത് 1904 ചെന്നൈയിലാണ്. നെക്സ്റ്റ് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ബാംഗ്ലൂർ എന്ന് അറിയപ്പെടുന്നത് ഇലക്ട്രോണിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. അടുത്തതായിട്ട് വരുന്നത് മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, പൂനെ, ചെന്നൈ, കൊൽക്കത്ത, ലക്നൗ, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളും ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഹൈദരാബാദിനെ ഹൈടെക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഹൈദരാബാദ് ഇൻഫർമേഷൻ ടെക്നോളജിയിലും എൻജിനീയറിംഗ് കൺസൾട്ടൻസി സിറ്റി.